ആൻറ്റിസിപ്പേഷനും റിയാലിറ്റിയും തമ്മിൽ തിരിച്ചറിയുവാൻ മനസ്സിന് കഴിവില്ല എന്നുള്ളതാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം. നാം മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകം കോടിക്കണക്കിന് കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. എന്നാൽ മനസ്സിൻ്റെ ദൗർബല്യം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതാണ് ഈ വീഡിയോ പറയുന്നത്. നാളെ എന്ത് സംഭവിക്കും എന്ന് ഭാവനയിൽ കാണുമ്പോൾ നമുക്ക് ഭയമുണ്ടാകുന്നു. എന്നാൽ റിയാലിറ്റിയിൽ അവയെ നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ നാം നേരിടേണ്ട രീതികളെക്കുറിച്ച് ആലോചിക്കും, സ്ട്രാറ്റജികളെക്കുറിച്ച് ആലോചിക്കും, പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നാം ഭാവന ചെയ്തതുപോലല്ല കാര്യങ്ങളെന്ന്. പക്ഷേ നാം ഭാവനയിൽ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിക്കും, ഭയക്കും. ഈ ഭയം പലപ്പോഴും ഉണ്ടാകുന്നത് ഭാവനയിലൂടെയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. മനസ്സിൽ നാം ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതിന് അനുകൂലമായ ചില ഹോർമോൺസുകളും എൻസൈമുകളും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നു. അത് റിയാലിറ്റി ആയിട്ട് ആ സംഭവം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോഭാവവും എന്തൊക്കെയാണോ അതനുസരിച്ചുള്ള ഹോർമോണാണ് നാം ഭാവനയിൽ ഒരു കാര്യം സംഭവിച്ചതായി കാണുമ്പോൾ ഉണ്ടാകുന്നത്. അതാണ് പറയുന്നത്, ഈ ഭാവനയും യാഥാർത്ഥ്യവും തമ്മിൽ മനസ്സിന് തിരിച്ചറിയാൻ കഴിയില്ല. നാം മനസ്സിൽ ഭയങ്കര അപകടം മുന്നിൽ കണ്ട് ചിന്തിച്ചാൽ മനസ്സ് അതിനെ യാഥാർത്ഥ്യമാണ് എന്ന് കരുതി അതനുസരിച്ചുള്ള ഹോർമോൺ ഉണ്ടാകും. യാഥാർത്ഥ്യമായി നമ്മൾ ചിന്തിച്ചാലും മനസ്സ് അതനുസരിച്ച് പഴയ ഹോർമോൺ തന്നെ ഉണ്ടാക്കും. അപ്പോൾ യാഥാർത്ഥ്യവും സത്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിന് തിരിച്ചറിയാൻ കഴിയുകയില്ല. നാം എത്രയൊക്കെ വേണ്ട എന്ന് വിചാരിച്ചാലും നമ്മുടെ മനസ്സിൽ ആകുലതകളും ആശങ്കകളും ഉണ്ടാകും. ഈ ആകുലതകളും ആശങ്കകളും ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം, ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാം. ബ്രീത്തിങ് എക്സർസൈസും മെഡിറ്റേഷനുമാണ് പോസിറ്റീവ് എനർജി മനസ്സിൽ കൊണ്ടുവരുവാൻ ഏറ്റവും നല്ല മാർഗം. ആ സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഹോർമോൺ ഉണ്ടാകും. ഈ പോസിറ്റീവ് ഹോർമോണുകളും എൻസൈമുകളും കൂടുതൽ പോസിറ്റീവ് ഹോർമോണുകളും എൻസൈമുകളും ഉണ്ടാകും. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് മാനസികമായ ഒരു ഉത്തേജനവും എനർജിയും ലഭിക്കും.